ആരാണ് ദൈവത്തിന് മുമ്പിൽ സ്വർഗരാജ്യത്തിൽ വലിയവരായി പരിഗണിക്കപ്പെടുക? അതാണ് ഈശോ പറയുക. കാരണം അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഒരു ചെറിയ തർക്കമുണ്ടായി. തങ്ങളിൽ ആരാണ് ഒന്നാം സ്ഥാനം അർഹിക്കുന്നവൻ? പത്രോസ് വിചാരിച്ച് ഞാനായിരിക്കുമെന്ന്, തോമാ വിചാരിച്ച് ഞാനായിരിക്കുമെന്ന്, യാക്കോബ് വിചാരിച്ച് ഞാനായിരിക്കുമെന്ന്. അങ്ങനെ ഓരോരുത്തരും തമ്മിലൊരു തർക്കമുണ്ടായിക്കഴിഞ്ഞു. ഈശോ അത് മനസ്സിലാക്കിയിട്ടാണ് അവരോട് ചോദിച്ചത്, നിങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് നിങ്ങൾ തർക്കിക്കുന്നത് എന്തിനാ? അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. കാരണം വലിയവൻ ആകണമെങ്കിൽ ചെറിയവനാകണം. നമുക്കറിയാം, നമ്മൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, എത്ര വലുതാകാൻ എത്ര ചെറുതാകണമെന്ന്. തിരുവോസ്തിയെക്കുറിച്ചാണ് പറയുന്നത്. ചെറിയ 25 പൈസയുടെയോ 50 പൈസയുടെയോ വട്ടത്തിലുള്ള ഒരു തിരുവോസ്തിയിലേക്ക് ഈശോ സ്വയം ചുരുങ്ങി അത് തൻ്റെ ശരീരരക്തങ്ങളായിട്ട് മാറ്റി നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തരുന്നുണ്ട്. അപ്പം അത്രയും സ്നേഹം നമ്മളോട് കാണിക്കാൻ വേണ്ട യോഗ്യത ഒന്നും നമുക്കില്ല. എങ്കിലും അത്രയും ചെറുതാകണമെങ്കിൽ ആ ചെറുതാകുന്ന വ്യക്തിയുടെ മനസ്സ് എത്ര വലുതായിരിക്കണം എന്നാണ് ആ പാട്ടെഴുതിയ അച്ഛൻ പറഞ്ഞു വയ്ക്കുക. എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. നമ്മളൊക്കെ വലിയവരാകുന്നത് ജീവിതത്തിൽ ചെറുതാകുമ്പോഴാണ്. എത്ര ചെറുതാകുന്നോ അതനുസരിച്ച് നമ്മൾ വലിയവരാകും എന്നുള്ളതാണ് പ്രമാണം. അവിടെ നമുക്ക് ഈ സുവിശേഷ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നമ്മളെത്ര സ്ഥാനത്തിരിക്കുന്നവരായാലും ചെറിയ മനോഭാവം, ചെറിയവരുടെ മനോഭാവം പുലർത്തി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കാം. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് യാചനയോടെ കാത്തിരിക്കാം. ഇപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്ന ഒരു ചിന്തയുണ്ട്. ചിന്തയല്ല, ഒരു സംഭവം. 2013 നവംബർ 15 വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരുമുഖം ഇവിടെ തിരുവോസ്തിയിൽ പ്രത്യക്ഷമായതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞ് നമ്മുടെ ഇടവകയിൽ വിളക്കന്നൂർ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂർ വചന ശുശ്രൂഷയും അതിനുശേഷം ആരാധനയും പിന്നെ കുർബാനയും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യ വെള്ളിയാഴ്ചയിൽ വിസ്തൂരയുടെ പ്രദർശനവും. പക്ഷേ നാളുകൾ ചെല്ലുന്തോറും വെള്ളിയാഴ്ചകളിൽ ആൾക്കാരുടെ പങ്കാളിത്തം കുറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം പള്ളി മറ്റു നിന്നപ്പോൾ കുറച്ച് അമ്മച്ചിമാർ അതിലേ വന്നപ്പോൾ ഞാൻ അവരോട് വെറുതെ പറഞ്ഞു, ഇത് കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് നമുക്ക് ദർശനം തന്നിട്ടും കർത്താവിനെ വിശ്വസിക്കാനോ ഈ പള്ളിയിൽ വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാനോ നമ്മുടെ ആൾക്കാർക്ക് മടിയാണല്ലോ, അതെന്നെ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ തന്ന മറുപടി, വിശ്വാസമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അച്ഛാ, വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നുള്ള ഭയം കൊണ്ടോ ഒക്കെ ആൾക്കാർ ഇറങ്ങാതിരിക്കുന്നതാണ്. അങ്ങനെ ഭയക്കുകയോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമോ എന്ന് വിചാരിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവും വിശ്വാസത്തെ സംബന്ധിച്ചില്ല. നമ്മുടെ വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം, എവിടെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം. അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമല്ല. ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ ചിങ്ങല്ലയിലെ ഇൻസച്ചൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, താമ. ഇത്രയുമൊക്കെ സംഭാഷണമായപ്പോൾ ഇത്താമ എന്ന് പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിലിപ്പോഴുണ്ട്. ഇതൊന്നും സാരമില്ല അച്ഛാ, ഇതൊക്കെ പോയിട്ടാ അച്ഛൻ നോക്കിക്കോ. ഇവിടെ ആൾക്കാർ ക്യൂ ആയി നിറഞ്ഞു നിൽക്കും ഈശോയുടെ മുഖം ഒന്ന് കണ്ടിട്ട് പോകാൻ. ആ കൂട്ടത്തിൽ അച്ഛന്മാർ ഒത്തിരി ഉണ്ടാവും,
സിസ്റ്റേഴ്സ് ഉണ്ടാവും, മെത്രാന്മാരും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതന്നെ അങ്ങനെ എന്ന് ചോദിച്ചപ്പം താൻ പറഞ്ഞത് 250 മാർപ്പാപ്പന്മാർ, 266 പിന്നെ അനേകായിരം കർദിനാളന്മാർ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 മെത്രാന്മാർ, ലക്ഷക്കണക്കിന് അച്ഛന്മാർ ഒക്കെ കുർബാന ചൊല്ലിയിട്ടുണ്ട് സഭയുടെ ആരംഭകാലം മുതൽ ഇന്ന് വരെ. പക്ഷേ അവരാരും കുർബാന ചൊല്ലിയപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇവരത് കണ്ടോട്ടെ എന്ന് കർത്താവ് വിചാരിച്ചില്ലല്ലോ. അച്ഛൻ കുർബാന ചൊല്ലിയപ്പോൾ മാത്രമേ ഈശോയ്ക്ക് അങ്ങനെ തോന്നിയുള്ളൂ, അതും ഈ ഇടവകയിൽ. അതുകൊണ്ട് ഈശോ അതിനുള്ള പണി നോക്കിക്കോളും, ആൾക്കാരെ വരുത്താനുള്ള പണി ഈശോ തന്നെ നോക്കിക്കോളും, അച്ഛനതിൽ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇന്നിപ്പോൾ 3-4 ദിവസം മുമ്പ് ഇവിടുത്തെ തിരുനാളിലെ നോട്ടീസ് കണ്ടപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഇത്തമ്മ പറഞ്ഞത് നിറവേറ്റപ്പെടുകയാണല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. കാരണം പാമ്പ്ളാനി പിതാവുണ്ട്, വലിയമുറ്റം പിതാവുണ്ട്, ഞർലക്കാട്ട് പിതാവുണ്ട്, ബത്തേരിയിലെ ജോസഫ് തോമസ് പിതാവുണ്ട്, റെമീജിയസ് പിതാവുണ്ട്, പിന്നെ ഇവിടെ മാനന്തവാടിയിലെ സഹായ മെത്രാനുണ്ട്. അങ്ങനെ ഒരുപാട് മെത്രാന്മാർ വരുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പം ഇതിൽ കൂടുതൽ ആൾക്കാർ മെത്രാന്മാരും കർത്താന്മാരും ഒക്കെ വരുമായിരിക്കാം. അതെന്തുമായിട്ട് നമുക്ക് ദൈവത്തിന് വിടാം. എന്തായാലും തമ്മ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാവുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ മനസ്സിൽ അർപ്പിക്കുകയും ചെയ്തിട്ടാണ് പോയതെന്നാണ്. അതിൽ ചില മെത്രാന്മാർ എന്നെ നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരുപാട് ജനം പല സ്ഥലങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവരെല്ലാം വന്ന് ഈ മുഖം കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഈ ഓണം കേറാമൂലയെ ലോകപ്രസിദ്ധമാക്കിയതിന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞല്ലോ, ആരും അറിയാതെ കിടന്ന വിളക്കന്നൂരും ആരും അറിയാതിരുന്ന പതിക്കലച്ചനും കത്തോലിക്ക സഭ ഉള്ളിടത്തോളം കാലം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാകും. ഈ പള്ളിയും ഞാനും സഭയുടെ ചരിത്രം ഉള്ളിടത്തോളം കാലം വിശുദ്ധ കുർബാന എന്ന് പറയുന്ന കൂദാശ ഈ സഭയിലുള്ളിടത്തോളം കാലം ഈ രണ്ടും ഒന്നും ഉണ്ടാവും സഭയിൽ. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് നമുക്ക് പരിഗണിക്കാം. അതുകൊണ്ട് ആൾ പറഞ്ഞു കൂടി എന്നുള്ളതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ദൈവം നമുക്ക് തന്ന ഈ ദാനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക മാത്രവുമല്ല, മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സൗഭാഗ്യം നമുക്ക് പൂർണ്ണമായിട്ടും മുതലെടുക്കണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ വന്നിട്ട് ഈ റോഡേ പോകുമ്പോഴെല്ലാം ഇവിടെ കയറി വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക മാത്രമല്ല, ഈ പ്രദേശത്തെ ഒട്ടാകെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരുപാട് വിശുദ്ധീകരണം മനുഷ്യർക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, ഈ പ്രദേശത്തെ ഒട്ടാകെ വിശുദ്ധീകരിക്കണമേ എന്ന്, നവീകരിക്കണമേ എന്ന്. അല്ലാതെ എൻ്റെ കുടുംബത്തെ നന്നാക്കിയെടുക്കണമേ, എൻ്റെ ഭർത്താവിനെയും മക്കളെയും നല്ല നിലയ്ക്കാക്കണമേ, സാമ്പത്തിക ഭദ്രത തരണമേ, പിള്ളേർക്ക് ജോലി കിട്ടണമേ, അവർക്ക് നല്ല കുടുംബജീവിതം കിട്ടണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മുടെ പ്രാർത്ഥനകൾ സാർവത്രികമാകണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരാനും എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ തിരുമുഖത്തോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഞാൻ ഈ വഴിക്ക് കടന്നു പോകാനിടയായി. പോയപ്പോഴെല്ലാം ഞാനിവിടെ കയറി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്.
എന്താ പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഞാൻ ഈ പള്ളിയിൽ കയറുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളൊരിക്കൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ അൾത്താരയ്ക്കും സക്രാരി ഇരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു കസേരയിട്ട് അവിടെ ഇരിക്കും. അതല്ലെങ്കിൽ നിരത്തിരുന്ന് കാല് നീട്ടി അങ്ങോട്ട് വെച്ചിട്ട് ചാരിയിരുന്നോ ഇരിക്കും. ചാരിയിരുന്ന് നിൽക്കുന്ന ദിവസം മിക്കവാറും ഉറക്കമായിരിക്കും മെയിൻ പരിപാടി. കസേരയിലിരിക്കുന്ന സമയത്ത് ചിലപ്പം പ്രാർത്ഥിക്കും, കൊന്തയിലും അങ്ങനെ പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. രാത്രിയിൽ ഒരുപാട് സമയം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുപക്ഷേ അതിന് ദൈവം എനിക്ക് തന്ന പ്രതിഫലമായിരിക്കാം ഈ തിരുമുഖ ദർശനം എന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കും തോറും നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. അതുപോലെ തന്നെ കുറേയേറെ സഹനങ്ങളും ഉണ്ടാവും അതിന് പിന്നിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നോട് ഇപ്പോഴത്തെ എൻ്റെ പുറമെ വിചാരിച്ചും പറഞ്ഞു, തോമസച്ചാണ് പുള്ളിക്കാരനൊരു സ്വഭാവമുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ചപ്പടി വിദ്യ കാണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കും. അത് കഴിച്ചിട്ട് നമുക്കിട്ട് മാന്തിക്കൊണ്ടിരിക്കും. ഇനി അങ്ങനെ സൂചിച്ചിരിക്കട്ടെന്ന് വെച്ചാൽ മാന്തിക്കൊണ്ടിരിക്കും. അച്ഛൻ്റെ രോഗമൊക്കെ അങ്ങനെ ഒന്നായിട്ട് കരുതിയാൽ മതി എന്നാണ് പറഞ്ഞ്. അത് ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു. ശരിയാണ്, കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചില ചപ്പടി വിദ്യകൾ കാണിക്കും. അത് കഴിഞ്ഞിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ എന്നും എപ്പോഴും സന്തോഷമായിരിക്കും എന്ന് പ്രതീക്ഷിക്കരുത്. സന്തോഷത്തിൻ്റെ പിന്നാലെ സങ്കടവും ദുഃഖവും എല്ലാം ഉണ്ടാകും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല തിരുനാൾ ഞാൻ ആശംസിക്കുന്നു. കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇനി വരും ദിവസങ്ങളിലെല്ലാം ഈ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ ഈ തിരുമുഖത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുകയും ചെയ്യണം എന്ന് എനിക്കൊരപേക്ഷയുണ്ട്. തീർച്ചയായും നിങ്ങളങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. ഇവിടെ നിന്ന് 2-3 വർഷം മുമ്പ് ഈ തിരുവോസ്തി റൂമിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്നോട് വേങ്കുന്നേലച്ഛൻ അന്ന് ഇവിടെ വികാരി അച്ഛൻ എന്നെ വിളിച്ചു, തോമാച്ചൻ ഇത് കൊണ്ടുപോയിട്ട് എറണാകുളത്ത് കൊണ്ടുപോയി ഇൻ്റർനാഷണൽ കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് പറ്റില്ല അച്ഛൻ തന്നെ കൊണ്ട് കൊടുക്കുക, അതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ ചേട്ടനും അനിയനും പോലൊരു ബന്ധമായിപ്പോയി. അതുകൊണ്ട് എനിക്കത് കൊണ്ട് കൊടുക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് മാത്യുവച്ചനോട് പറഞ്ഞു, വേഗുന്നേലച്ഛൻ പറഞ്ഞു. അപ്പം നമ്മൾ കർത്താവിനോട് അടുക്കും തോറും അവൻ നമ്മുടെ ആരോഗ്യം ആണെന്ന് നമുക്ക് തോന്നും. ഒരുപക്ഷെ അപ്പനാകാം, ഒരുപക്ഷെ അമ്മയാകാം, അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാരോ ഒക്കെ ആയിട്ട് മാറും നമുക്ക് ജീവിതത്തിൽ. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും സംസാരിക്കാനും പറയാനും ഒക്കെ സാധിക്കുക. ഒരു ദിവസം ഞാനിവിടെ ഉച്ചയ്ക്ക് കയറി വന്നപ്പോൾ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ഇവിടെ ഇല്ല, പരവാരാഗത്തച്ഛൻ്റെ കാലത്താണ്. അപ്പം ഞാനിവിടെ നിന്നുകൊണ്ട് അന്ന് അവിടെ ഒരു ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നീ ഇവിടെ ചിരിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ, നിനക്കിരിക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ ആക്കി തന്നു, ഇവിടെ ഇരുന്ന് നോക്കി എല്ലാവരും കാണുക, വരുന്നവരെല്ലാം ഹല്ലേലൂയ സ്തോത്രം വെക്കുമ്പോൾ നീ ഇവിടെ ഇരുന്ന് ചെണ്ടയും മുട്ടി ഇരുന്ന് സന്തോഷിക്കുക, ഞാൻ കിടന്ന് വലയാമെന്ന്. അപ്പോൾ എനിക്ക് ആ സമയമായപ്പോഴത്തേക്കിനി രോഗം പിടിച്ചിരുന്നു. അപ്പം ഞാൻ കിടന്ന് വലയുന്ന നീ കാണണ്ട, നീ ഇവിടെ ഇരുന്ന് ആസ്വദിച്ചിരുന്നോ, ഹല്ലേലൂയ സ്തോത്രം വെച്ചുകൊണ്ട് നാനാജാതി മതസ്ഥരായ മനുഷ്യരെത്തുന്നുണ്ട്, പല ദേശക്കാരും പല ഭാഷക്കാരും വരുന്നുണ്ട്, അതൊക്കെ കേട്ട് സൂചിച്ച് സന്തോഷിച്ച് നീ ഇവിടെ ഇരുന്നോളാൻ പറയും. അപ്പോൾ എടാ പോടാ നീ എന്നൊക്കെ വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് ഈശോയുമായിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം. ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാൻ സാധിക്കും. അപ്പോൾ ഈശോയെ നമ്മുടെ സ്വന്തമായിട്ട് പരിഗണിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മതി.
അപ്പോൾ തീർച്ചയായും ഈശോ നമ്മുടെ മുമ്പിൽ പല രീതിയിൽ പ്രത്യക്ഷപ്പെടും. ഈ തിരുവോസ്തിയിൽ ഇങ്ങനെ ഒക്കെ കാണിച്ച് പ്രത്യക്ഷപ്പെടണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അത് പക്ഷേ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ ആകാം, സഹോദരങ്ങളിലൂടെ ആകാം, ഗുരുബോധന്മാരിലൂടെ ആകാം, ആരിലൂടെയും ആയിക്കോട്ടെ. അവിടെയെല്ലാം ദൈവത്തിൻ്റെ തിരുമുഖം കാണാനുള്ള ഒരു മനസ്സ് നമുക്കത് കിട്ടും ഈശോയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ആ ഒരു മനോഭാവത്തിലേക്ക്, ആ ഒരവസ്ഥയിലേക്ക് കടന്നു വരണം എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിവിധ നിയോഗങ്ങളുമായിട്ടാണ് ദേവാലയത്തിൽ വരുന്നതെന്ന് എനിക്കറിയാം. ആ നിയോഗങ്ങളെല്ലാം ദൈവം സ്വീകരിച്ച് ദൈവത്തിന് ഇഷ്ടമായ രീതിയിൽ ആ നിയോഗങ്ങളെല്ലാം സാധിച്ചതെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.